നൗഷാദ് മൗലവിനെ കുറിച്ച് വഹാബി മൗലവിമാർ പറഞ്ഞത് എന്താ? അനീഫ കായക്കൊടിയും പറഞ്ഞത് എന്താ? നൗഷാദ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. എങ്ങനെയുണ്ട്? മുജാഹിദ് പഠിപ്പിച്ചു കൊടുത്തതല്ലേ നൗഷാദ് ഇപ്പൊ ഇവിടെ ചർച്ചിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. പച്ചക്ക് കായക്കൊടിയും പറഞ്ഞില്ലേ, ഓൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്, കാരണം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇപ്പൊ പറയുന്നത്. എങ്ങനെയുണ്ട്? സുന്നത്ത് ജമാഅത്ത് അല്ലോ പറയുന്നത് എന്ന് വ്യക്തമായിട്ട് കായക്കൊടിയും പറഞ്ഞതാ. കാരണം കായക്കൊടിയന്റെ ആശയം സുന്നത്ത് ജമാഅത്ത് അല്ല, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ നൗഷാദ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനെ ഒരു മുജാഹിദ് മൗലവി പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സുന്നത്ത് ജമാഅത്തിൽ നിന്ന് നൗഷാദ് മൗലവി തെറിച്ചു പോയി എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമാക്ക. ഇത് പച്ചക്ക് എന്താണ് കായക്കൊടിയും പറഞ്ഞതല്ലേ? എന്തായിരുന്നു മുജാഹിദുകൾ നാളിതുവരെ പഠിപ്പിച്ചത്? ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ വേണ്ടി വഹാബികൾ കൊണ്ടുവന്നതാണ് പ്രാർത്ഥന എന്നുള്ള ഓമന പേരിട്ടുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ, അത് അമ്പിയാക്കൾ ഔലിയാക്കളെ ആരാധിക്കുകയാണ്, അവരെ ദൈവമാക്കുകയാണ് എന്ന് വഹാബികൾ നാളിതുവരെ പറഞ്ഞ സംഗതി. അന്നൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദ്മാര് കൊടുത്ത മറുപടി, അമ്പിയാക്കളെ ഔലിയാക്കളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, അവർ ദൈവമല്ല, ദൈവ അവതാരവുമല്ല എന്ന് നൗഷാദ് വരെ സുന്നത്ത് ജമാഅത്തിൽ ഉണ്ടായ സമയത്ത് വഹാബികളെ മുഖത്ത് നോക്കി പറഞ്ഞ സംഗതി, ഇന്ന് വഹാബികളെ സുന്നികളെ ആരോപിക്കുന്ന ആ ആരോപണം അക്ഷരാർത്ഥത്തിലെ നൗഷാദ് വഹാബികൾക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്താണ്? മടവൂര് പടച്ചോനാണ്. വഹാബികൾക്ക് തൃപ്തിയായി. കാരണം അങ്ങനെ പറഞ്ഞാലേ വഹാബികൾക്ക് സുന്നത്ത് ജമാഅത്ത് പൊളിക്കാൻ കഴിയൂ. മനസ്സിലായില്ലേ? കാരണം നാളിതുവരെ സുന്നികളെ ആരോപിച്ച ആരോപണമായിരുന്നു മമ്പ്രന്തങ്ങൾ ദൈവമാണെന്നാണ് സുന്നികളുടെ വിശ്വാസം, മമ്പ്രന്തങ്ങൾ ഇലാഹാണ് എന്നാണ് സുന്നികളുടെ വിശ്വാസം, മടവൂർ ശൈഖുന ഇലാഹാണ് എന്നാണ് സുന്നികളുടെ വിശ്വാസം എന്ന് സുന്നികളുടെ മേലെ ആരോപിക്കുകയായിരുന്നു വഹാബികളെ. ആ ആരോപണം അക്ഷരാർത്ഥത്തിലെ നൗഷാദ് മൗലവി സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ വേണ്ടി വഹാബികൾക്ക് സമ്മതിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നൗഷാദ് സുന്നിയല്ല. അപ്പള കായക്കൊടിയനും പറഞ്ഞ് ഓനെങ്ങനെ സുന്നിയാകുക, ഓൻ സുന്നി അല്ലല്ലോ, ഓന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണല്ലോ ഓൻ പറയണത്. എങ്ങനെയുണ്ട്? ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ നൗഷാദ് ഇപ്പൊ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കായക്കൊടി പച്ചക്ക് പറഞ്ഞതാ. ഓ സുന്നത്ത് ജമാഅത്തിലല്ല നൗഷാദ് ഉള്ളത്, ആർക്കും വ്യക്തമല്ലേ? കാരണം വഹാബികൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാ ഓൻ പറയണത്. ഇത് പച്ചക്കൊരു വഹാബി പറഞ്ഞതല്ലേ? പിന്നെ പേരോട് ഉസ്താദ്, അത് സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമാണ്. ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി തന്ന. അപ്പൊ ഇന്ന് നമ്മളൊക്കെ ഒരു വഹാബിന്റെ മുമ്പിൽ പെട്ടാല് ആ വഹാബിനെ നിലക്ക് നിർത്താനേ, ആദർശപരമായിട്ട് നിലക്ക് നിർത്താൻ ഒന്നരായ പേരോട് ഉസ്താദിന്റെ ഗണ്ണനങ്ങളും മുഖാമുഖങ്ങളും സംവാദങ്ങളും കണ്ടതുകൊണ്ട് നമുക്ക് അതിന് സാധിക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ഇങ്ങളെപ്പോലാത്ത ഇസ്ലാമിന് എതിരെ വരുന്ന സകല കക്ഷികളെയും ഇരുത്തേണ്ടടുത്ത് ഇരുത്താനേ, അതിനെതിരെ പറയാനൊക്കെ കഴിയുന്നത് പേരോട് ഉസ്താദിന്റെ പ്രസംഗം കൊണ്ടാ. കാരണം അതിൽ സുന്നത്ത് ജമാഅത്താ ഉള്ളത്. അതിൽ എങ്ങനെ വഹാബികളെ നേരിടണം, എങ്ങനെ കള്ളത്തൊരീക്കത്തുകാരെ നേരിടണം എന്ന് വന്യരായ പേരോട് ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓന്റെ കാര്യം ഈ വിഷയം വരുന്നത് വരെ, അതായത് ശരിക്കും ഈ വിഷയം വരുന്നത് മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണല്ലോ സജീവമായിട്ട് വരുന്നത്. അതുവരെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ്. മൂവാറ്റുപുഴ സംവാദം വരെ റോസനറിയ തലശ്ശേരി ആയാലും മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ്. പക്ഷെ ഈ വിഷയം വന്നതിന് ശേഷം ഓന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റം ഉണ്ടായിരുന്നു. മാറ്റം തന്നെ നമ്മളോട് സംസാരിക്കാനും വരെ ഏതുവരെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചേലേമ്പ്ര സംവാദം. ചേലേമ്പ്ര സംവാദത്തില് വന്നിരുന്ന് അപ്പൊ മൂപ്പരെ കൂടെ വേറെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വേറെ രണ്ട് ആൾക്കാരല്ലേ ഇതിനെ കാണാൻ. ഒന്ന് ഇവനായിരുന്നു എന്റെ ഓർമ്മ, മറ്റേ ഈക്കൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്ന സുഹരി. അപ്പൊ അയാളാണെന്നാണ് ഒന്നെന്റെ ഓർമ്മ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എഴുതുകയാണ്, വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങൾ ഞാൻ എഴുതുമ്പോ ഞാൻ സാധാരണ നമ്മൾ എഴുതുന്നതായിട്ട് എഴുതി. അപ്പൊ ഒപ്പമുള്ള മൂല്യവര് പറഞ്ഞു അങ്ങനെ അതല്ല അങ്ങനെയല്ല, അയാൾ എതിർത്ത് നമ്മള് ഏകപക്ഷീയമായി എഴുതാണെന്നുള്ള നിലക്ക്. അപ്പൊ നൗഷാദിന്റെ സംസാരം അത് അനീഫ്ക്ക് എഴുതിക്കോളൂ എന്നാണ്. മുമ്പാണെങ്കിൽ നൗഷാദ് സംസാരിക്കേണ്ട ഒരു രീതിയാണത്. നല്ല സ്നേഹത്തോടുള്ള രീതി.
സ്നേഹത്തോടെ കൂടെ ഉള്ള ഒരു രീതി, ആ ഒരു സൗഹാർദ്ദത്തിന്റെ രീതി കൊണ്ടൊന്നും ഒരിക്കലും ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, നൗഷാദ് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടതുണ്ടായിരുന്നത്. ഞാന് പരീക്ഷിക്കാതെ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള പറയുക. സാധാരണ മുൻപേ കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും എന്റെ രീതിക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ മുമ്പ് വേഗം പിന്നെ എന്റെ ഒപ്പം വരാൻ നോക്കി. അപ്പൊ ഒപ്പമുള്ള രണ്ടാൾക്കാരും തന്നെ പറ്റില്ലാണ്. അവര് തടഞ്ഞു വെച്ചു നൗഷാദ്. എന്റെ ഒപ്പം അപ്പുറത്തെ റൂമിലേക്ക് വരാൻ നോക്കി നൗഷാദ് തടഞ്ഞു വെക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഹാഫിദിന്റെ കൂടെ കൂടിയാൽ നല്ലൊരു മാറ്റമുണ്ട് ആ നിലക്ക് അല്ലേ? അതുണ്ട്. ആ സമയത്ത് മുമ്പില്ലാത്ത ഞാനിന്നാളാരോടോ പറഞ്ഞു ഈ പിന്നെ പ്രസംഗത്തില് വഹാബികൾ അങ്ങനെയാക്കണം വഹാബികൾ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയുന്ന നൗഷാദ് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളോട് നല്ല സംസാരം തുടങ്ങിയത്. അതെ അതെ. മറ്റേ നമ്മളെ ഉസ്താദിന്റെ കൂടെ ആകുമ്പോ ഉള്ള ആ രീതിയല്ലാന്ന് അല്ലേ? കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തിൽ അറിയാതെ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാലത്ത് എന്റെ സുഹൃത്തായിരുന്നു, പലരുടെയും സുഹൃത്തുക്കളായിരുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് അല്പം രൂക്ഷമായും മിതമായും നിങ്ങളോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു തരുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും സത്യം മനസ്സിലാക്കി തിരിച്ചു വരണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളോടൊപ്പം നിങ്ങളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കണം. ആ പ്രാർത്ഥനകളിൽ ഞങ്ങളും ഉണ്ടാകണം എന്ന ആഗ്രഹം മാത്രമാണ്. ഞങ്ങൾ ഓരോ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തെറി വിളിച്ചത് കൊണ്ട് കാര്യമില്ല, പരിഹസിച്ചത് കൊണ്ട് കാര്യമില്ല. അതെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമിക്കുകയാണ്, നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്. പക്ഷേ വസ്തുതകൾ പറയാതിരിക്കാൻ കഴിയില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാതിരിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നതെന്ന ബോധ്യത്തോടെ മരണം വരെ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ കുരുവട്ടൂരി ശൈഖ് കള്ളനാണ്, കാട്ടുകള്ളനാണ്, കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനാണ്. നൗഷാദ് ഒസാനി അത് വിളമ്പിക്കൊടുക്കുന്നവനാണ്. സ്വമദ് ആനവരി അതിനുവേണ്ടി റേഷൻ കടയിൽ പോകുന്നവനാണ്. തെറിയൂരി കുഞ്ഞമ്മദ് കോളാമ്പി സുന്നി പേര് വെച്ചുകൊണ്ട് ആമാശയ സംഗമം നടത്തി കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയവരെയും ഒന്നും അറിയാത്ത സാധാരണക്കാരെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തട്ടിപ്പിന്റെ കഥയാണ് വിഷ്ണം ജിന്നൂരി പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനായ മാലിക് സലഫി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞെട്ടലോടെയല്ലാതെ സുന്നി പ്രവർത്തകർക്ക് അത് കേൾക്കാൻ കഴിയില്ല. സുന്നിയായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുരുവട്ടൂരിസം വലിച്ചെറിയാതെ നിവൃത്തി ഉണ്ടാവുകയില്ല. ഇതൊക്കെ കേട്ടിട്ടും അള്ളിപ്പിടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. നിങ്ങൾ നാളെ ആഖിറത്തിൽ വെച്ച് മറുപടി പറയേണ്ടി വരുമെന്ന ബോധം കൂടി നിങ്ങളിലേക്ക് ഇട്ടു തന്നുകൊണ്ട് മാലിക് സലഫിയുടെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേൾപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അറിഞ്ഞുകൊണ്ട് കുരുവട്ടൂരികളായിട്ടുള്ള, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതുമൂലം ഉപജീവന മാർഗം നടത്തുന്ന, ഇസ്ലാമിനെ പൊളിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം വഞ്ചകരെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുരുവട്ടൂരിസം പൊളിച്ചെയ്ത്ത് എന്ന വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ അവസാനം കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാലിക് സലഫി പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല, അവരങ്ങനെ വെറുതെ പറയില്ല. അവർക്ക് കാര്യം മനസ്സിലായി. കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ. നമ്മൾ കൂടെ കിടന്നിട്ടില്ല, സ്വമത് കൂടെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുരുവട്ടൂരിസത്തെ കുറിച്ച് എന്ത് കാര്യം വഹാബികൾ പറയുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ട് മാത്രമേ പറയുകയുള്ളൂ. അവർ വെറുതെ പറയുകയില്ല എന്ന് പറയുന്നത്. അപ്പോൾ വഹാബികൾ കുരുവട്ടൂരികളെ കുറിച്ച് ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. സർട്ടിഫിക്കറ്റ് നൽകിയത് സ്വമദ് ആനവരിയാണ്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത മാലിക് സലഫിയുടെ
വോയിസ് നമുക്ക് കേൾക്കാം. അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ നൗഷാദ് ഹസനി. ഇന്നിപ്പോൾ നൗഷാദ് ഹസനി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മുജാഹിദീങ്ങൾക്കെതിരല്ല, പേരോടിനെതിരെ, പേരോടിന് വളരെ മോശമായി സംസാരിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ APAക്കെതിരെ, അതായത് കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മാലിക് സലഫി പറയുന്നത്. അത് വെറുതെ പറയുകയല്ല എന്ന് സ്വമദ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. ഇത് പറയുമ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറയാ, തെറി പറയാ, എന്തോ പേരിട്ടോളൂ, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും.